ഇസ്ലാമിക വിമർശകനായ ക്രിസ്ത്യൻ മിലീഷ്യയുടെ തലവൻ മോമിക സ്വീഡനിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 2023 സ്വീഡനിൽ ഖുറാൻ കത്തിച്ച കേസിൽ സ്റ്റോക്ക്ഹോം കോടതി വിധി പ്രസ്താവിക്കാനിരിക്കെയാണ് കടുത്ത ഇസ്ലാമിക വിമർശകനായ സൽമാൻ മോമിക വെടിയേറ്റ് മരിച്ചത്. ഖുറാൻ കത്തിച്ചതോടെയാണ് ഇയാൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകളിൽ നിറയുന്നത്. ഈ സംഭവത്തിൽ ഇയാൾ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കടുത്ത വിമർശനം നേരിടുകയും ചെയ്തിരുന്നു. 2023 മോമിക ഖുറാൻ പരസ്യമായി കത്തിച്ചിരുന്നു. ഈ സംഭവം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള സ്വീഡന്റെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാൻ സ്വീഡൻ നിർബന്ധിതമാകുകയും ചെയ്തു. സ്റ്റോക്ക്ഹോം പള്ളിക്ക് പുറത്ത് നടന്ന സംഭവം ഉൾപ്പെടെ 4 തവണ ഖുറാൻ കത്തിക്കുകയും മുസ്ലിങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂട്ടർമാർ പറയുന്നത്. ഈ 4 തവണ പ്രസ്താവനകൾ നടത്തുകയും അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ ഖുറാനെ കൈകാര്യം ചെയ്യുകയും ചെയ്തതിനെ 2 പേരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നു എന്നാണ് സീനിയർ പ്രോസിക്യൂട്ടർ അന്ന ഹഗിയോ പറഞ്ഞത്. 2023 ജൂണിലെ പെരുന്നാൾ ദിനത്തിൽ സൽമാൻ മോമിക ഖുറാന്റെ ഒരു പകർപ്പ് ചവിട്ടിയ ശേഷം സ്റ്റോക്ക്ഹോമിലെ ഏറ്റവും വലിയ പള്ളിക്ക് പുറത്ത് കത്തിക്കുകയായിരുന്നു. മോമിക ഇറാഖിലെ ഒരു മിലീഷ്യ നേതാവെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ ഒരു ക്രിസ്ത്യൻ മിലീഷ്യയുടെ തലവനായി ഇയാൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നു. ഈ സംഘത്തിനുമേൽ യുദ്ധക്കുറ്റങ്ങളും ആരോപിച്ചിട്ടുണ്ട്. ഐസിസിനെതിരെ പോരാടുന്ന ഒരു ക്രിസ്ത്യൻ സായുധ സേനയിലാണ് മോമിക ഉണ്ടായിരുന്നതെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. 2018 അദ്ദേഹം ഇറാഖിൽ നിന്ന് പലായനം ചെയ്തു. മറ്റൊരു ക്രിസ്ത്യൻ മിലീഷ്യയുടെ നേതാവായ റയാൻ അൽ കൽദാനിയുമായുള്ള അധികാര പോരാട്ടത്തെ തുടർന്നായിരുന്നു അവിടം വിട്ടുപോകുന്നത്. ഖുറാൻ കത്തിച്ച മോമികയുടെ നിലപാടിനെ ആദ്യം പിന്താങ്ങിയ സ്വീഡിഷ് സർക്കാർ പിന്നീട് ലോകമെമ്പാടും നിന്നും ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ ആ നിലപാടിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഒരു കാലത്ത് സമാധാനത്തിന്റെ പര്യായമായി മാറിയിരുന്ന സ്വീഡൻ ഇപ്പോൾ അക്രമ പരമ്പരകൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കുന്നു. ആ സമയത്താണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത്. സംഘടിതമായ ആക്രമണങ്ങൾ അവിടെ വർദ്ധിച്ചു വരികയാണ്. ഒരിക്കൽ സ്റ്റോക്ക്ഹോമിലെ ഇറാഖി എംബസിക്ക് മുമ്പിലും ഇയാൾ ഖുറാൻ കത്തിക്കുകയുണ്ടായി. തുടർന്ന് 2023 ഒക്ടോബറിൽ സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസി ഇയാളുടെ റെസിഡൻസി പെർമിറ്റ് ക്യാൻസൽ ചെയ്തു. ഇയാൾ നൽകിയ അപേക്ഷയിൽ ചില തെറ്റായ വിവരങ്ങൾ നൽകി എന്ന് ആരോപിച്ചായിരുന്നു അങ്ങനെ ചെയ്തത്. എന്നാൽ ഇറാഖിലേക്കുള്ള നാടുകടത്തൽ ചില നിയമക്കുരുക്കിൽപ്പെട്ട് നീണ്ടുപോയപ്പോൾ അത് പൂർത്തിയാകുന്നത് വരെ ഇയാൾക്ക് താൽക്കാലിക പെർമിറ്റ് നൽകുകയും ചെയ്തു. അതിനിടയിൽ ഇയാൾ 2024 മാർച്ചിൽ നോർവേയിലെത്തി അവിടെ റെസിഡൻസി പെർമിറ്റിന് ശ്രമിച്ചിരുന്നു. എന്നാൽ നോർവേ ഇയാളുടെ അപേക്ഷ നിരസിച്ചുകൊണ്ട് ഇയാളെ സ്വീഡനിലേക്ക് വീണ്ടും തിരികെ അയക്കുകയായിരുന്നു. മതം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതവിശ്വാസം തിരഞ്ഞെടുക്കുക. മറ്റുള്ളവരുടെ മതത്തിലെ അനാചാരങ്ങൾ, തെറ്റുകളൊക്കെ മാന്യമായ രീതിയിൽ വിമർശിക്കാം. മതഗ്രന്ഥങ്ങൾ പരസ്യമായി കത്തിക്കുന്നത് ആ സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അതിന് പകരമായി മോമിയയ്ക്ക് ഇപ്പോൾ സ്വന്തം ജീവൻ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്.